ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വർഷാസ് ലെക്ചർ ക്ലാസ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ്, ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ഈ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർ കോൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗും ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. സോ അപ്പോൾ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കൊള്ളുക. ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. കോർ കോൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് കോർ കോൺസെപ്റ്റ്സ്? മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ച് ബേസിക് ടേംസ് പഠിക്കണം. സോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് കസ്റ്റമർ ആണ്. കസ്റ്റമർ എന്ന് വെച്ചാൽ ആരാണ് ഈ കസ്റ്റമർ? ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഡിസിഷൻ എടുക്കുന്ന ആളിനെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റിന് പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ? അതുപോലെ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് നീഡ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ കമ്പനീസ് എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് നീഡ്സ് മീറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് കസ്റ്റമർ എന്ന് വെച്ചാൽ. അതായത് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഡിസിഷൻ എടുക്കുന്ന ആൾ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഈസ് നീഡ്സ്. നീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിൽ നിന്നാണ്. ഓക്കെ, അതായത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക് റിക്വയർമെൻറ്റ്സ്, അതായത് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, അതൊക്കെയാണ് നീഡ്സിനകത്ത് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഈസ് വാണ്ട്സ്. വാണ്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ നീഡ്സ് ഉണ്ടല്ലോ, നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള തിങ്സിനെയാണ് നമ്മൾ വാണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നീഡിൻ്റെ എന്താണ് പറഞ്ഞത്? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, അതൊക്കെയാണല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡ്. ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ എഗ്ഗ്, അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്നു. അത് എന്തിനായിട്ടാണ്? നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫുഡിനെ നമുക്ക് അതായത് നമ്മുടെ നീഡാണ് ഫുഡ് എന്നുള്ളത്. അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ, അതിനെയാണ് നമ്മൾ വാണ്ട് എന്ന് പറയുന്നത്. ഇപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. അത് നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ സെക്യൂരിറ്റി എന്നുള്ളത് ഒരു നീഡാണ്. അപ്പം ഇവിടെ വാണ്ട് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഇൻഷുറൻസ് നമ്മുടെ വാണ്ടാണ്. അപ്പം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള തിങ്സിനെയാണ് നമ്മൾ വാണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഈസ് ഡിമാൻഡ്. ഡിമാൻഡ് എങ്ങനെയാണ്? ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ അവരുടെ കയ്യിൽ മണി, ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ അവർക്ക് വില്ലിങ്നെസ്, അവർ തയ്യാറാവണം ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ക്രിയേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് നീഡ്സും വാണ്ട്സും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ആവത്തുള്ളൂ. കാരണം നമുക്ക് ആ ഒരു നീഡ് വേണം. നീഡ് ഉണ്ടെങ്കിലേ മാത്രമേ അത് വാണ്ട്സ് ആക്കാൻ പറ്റത്തുള്ളൂ. ആ വാണ്ട്സ് ഡിമാൻഡ് ആക്കാൻ പറ്റണം. ഡിമാൻഡ് ആക്കണമെങ്കിൽ അവർക്ക് അതിന് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ആ ഒരു മാർക്കറ്റ് സെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നത് എന്താണോ അതിനാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് നമ്മുടെ ആ ഒരു നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നതെല്ലാം പ്രൊഡക്റ്റാണ്. അതായത് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഗുഡ്സ്, സർവീസസ്, ഐഡിയാസ്, അതൊക്കെയാണ് പ്രൊഡക്റ്റിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? കൈമാറ്റം എന്നാണ് മലയാളത്തിൽ പറയാം. കൈമാറ്റം, അതായത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കൊടുത്തിട്ട് പകരം മറ്റെന്തെങ്കിലും സാധനം മേടിക്കുന്നു. അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളിപ്പം കടയിൽ പോയിട്ടൊരു സാധനം പർച്ചേസ് ചെയ്യുന്നു. അപ്പം നമുക്ക് സാധനം കിട്ടി, കടക്കാർക്ക് എന്ത് കിട്ടി? പകരം തിരിച്ച് നമ്മുടെ കയ്യിലുള്ള പൈസയാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് നമ്മൾ മറ്റൊരു സാധനം മേടിക്കുന്നു. ഓക്കെ, അപ്പോൾ കടക്കാർക്ക് പൈസയും കിട്ടി, നമ്മുടെ കയ്യിൽ സാധനവും കിട്ടി. അപ്പോൾ അതുമാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള കാര്യം സാക്രിഫൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഡിസൈഡ് ഓഫർ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് എക്സ്ചേഞ്ച് എന്ന് പറയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഈസ് വാല്യൂ. വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ പൈസ മുടക്കി ഒരു സാധനം മേടിച്ചതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് ഒന്നും ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടില്ല. നമ്മൾ ചിലവാക്കിയ പൈസയുടെ അത്ര ബെനിഫിറ്റ് ഒന്നും ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടില്ല. കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ലെന്നാണ് അർത്ഥം. അപ്പോൾ ആ പ്രൊഡക്റ്റിന് വാല്യൂ വരണമെങ്കിൽ നമ്മളിപ്പം 1000 റുപ്പീസ് കൊടുത്ത് ഒരു സാധനം മേടിച്ചു. അപ്പോൾ ആ 1000 റുപ്പീസിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടണം. അതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഈസ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു പ്രൊഡക്റ്റിന് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്?
കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റ് പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പലയിടത്തുനിന്നും കേട്ട ആ ഒരു ഫോണിന് നല്ല ആ ഒരു സെറ്റിന് നമ്മൾ നല്ല ക്യാമറ ക്ലാരിറ്റി ആയിരിക്കും, അതിന് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്, ഇതൊക്കെ കേട്ടാണ് നമ്മൾ പോയി പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ അതിൻ്റെ ക്യാമറ ക്ലാരിറ്റി നമ്മൾ ഉദ്ദേശിച്ച അത്ര ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ കേട്ടറിഞ്ഞ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? ഇല്ല. അപ്പം ആ ഒരു പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്ലേസ് വെയർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും, ബയേഴ്സ് ഉണ്ടായിരിക്കും, സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇതാണ് കോർ കോൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമർ നീഡ്സ്, വാണ്ട്സ്, ഡിമാൻഡ്, പ്രോഡക്റ്റ്, എക്സ്ചേഞ്ച്, വാല്യൂ, സാറ്റിസ്ഫാക്ഷൻ, മാർക്കറ്റ്. ഓക്കെ, ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, ഫസ്റ്റ് ഡിഫറൻസ്. സെല്ലിംഗ് എന്ന് വെച്ചാൽ എംഫസൈസ് ഈസ് ഓൺ ദ പ്രോഡക്റ്റ്. ഇവിടെയോ എംഫസൈസ് ഈസ് ഓൺ ദ കസ്റ്റമേഴ്സ് വാണ്ട്സ്. ഓക്കെ, സെല്ലിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? എംഫസൈസ് ഈസ് ഓൺ ദ പ്രോഡക്റ്റ്. അതായത് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും സെല്ല് ചെയ്യണം, അതിനായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എംഫസൈസ് ഈസ് ഓൺ ദ കസ്റ്റമർ വാണ്ട്സ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സിനാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സ് ആണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നീഡ്സും വാണ്ട്സും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ സാറ്റിസ്ഫൈ ആവുള്ള പ്രോഡക്റ്റും സർവീസസോ അല്ലെങ്കിൽ സ്പെസിഫിക് പ്രോഡക്റ്റ് സർവീസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെല്ലിങ്ങിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് ആ ഒരു പ്രോഡക്റ്റിലാണെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എംഫസൈസ് ഈസ് ഓൺ ദ സെല്ലേഴ്സ് നീഡ്സ്. ഇവിടെയോ എംഫസൈസ് ഈസ് ഓൺ ദ ബയേഴ്സ് നീഡ്സ്. അതായത് സെല്ലറിൻ്റെ നീഡ് എന്തായിരിക്കും? സെല്ലറിന് മാക്സിമം സെയിൽസും നടക്കണം, പ്രോഫിറ്റും നടക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എംഫസൈസ് ഈസ് ഓൺ ദ സെല്ലർ നീഡ്സ്. മാർക്കറ്റിങ്ങിലോ ബയറിൻ്റെ നീഡ്സിലാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ബയറിൻ്റെ നീഡ്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ സാറ്റിസ്ഫൈ ആവുള്ള പ്രോഡക്റ്റും സർവീസസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ സെല്ലിംഗ് ഈസ് പ്രോഫിറ്റ് ഓറിയന്റഡ്. ഇവിടെയോ മാർക്കറ്റിംഗ് ഈസ് കസ്റ്റമർ ഓറിയന്റഡ്. സെല്ലിംഗ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. അതായത് സെല്ലിങ്ങിന് നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റ് കിട്ടണം. പക്ഷെ മാർക്കറ്റിങ്ങോ? മാർക്കറ്റിംഗ് ഈസ് കസ്റ്റമർ ഓറിയന്റഡ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു മാർക്കറ്റിങ്ങിനകത്ത് കസ്റ്റമേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും ആണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് കസ്റ്റമേഴ്സിനാണ് മാർക്കറ്റിംഗിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എയിംസ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് maximization. Aims customer satisfaction. ഓക്കെ, സെല്ലിങ്ങിൽ നമ്മൾ എന്തിനാണ് കൂടുതൽ എയിം ചെയ്യുന്നത്? സെയിൽസും പ്രോഫിറ്റും മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ മാർക്കറ്റിങ്ങിലോ
എയിംസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷനിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണ് മാർക്കറ്റിങ്ങിനകത്ത് നോക്കുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. പക്ഷെ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓൾഡർ കോൺസെപ്റ്റ് ആണ്. എങ്ങനെയെങ്കിലും പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണമെന്നാണ്. പക്ഷേ മാർക്കറ്റിങ്ങിലൂടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സും കൂടെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്നാണ് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സെല്ലിംഗ് begins after production. Marketing begins even before production. Okay. സെല്ലിംഗ് എന്താണ്? ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ മാർക്കറ്റിങ്ങോ? മാർക്കറ്റിംഗ് ബിഗിൻസ് ഈവൻ ബിഫോർ പ്രൊഡക്ഷൻ അല്ലേ. മാർക്കറ്റിംഗ് ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ സെല്ലിംഗ് പ്ലാനിങ് ഈസ് short run oriented. Here marketing planning is long run oriented. സെല്ലിങ്ങിനകത്ത് പ്ലാനിങ് എന്താണ്? ഷോർട്ട് റൺ ഓറിയൻറ്റഡ് ആണ്. കാരണം സെല്ലിങ് ആ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ടൈമിൽ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഷോർട്ട് റൺ ഓറിയൻറ്റഡ് ആണ്. പക്ഷെ മാർക്കറ്റിങ്ങിലോ ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ്? നമ്മൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് വെച്ചാൽ ലോങ് റൺ ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. Selling creates only possession utility. Marketing natho creates time, place and possession utility. അതായത് സെല്ലിങ്ങിനകത്ത് എന്താണ്? ക്രിയേറ്റ്സ് ഓൺലി പൊസഷൻ യൂട്ടിലിറ്റി. അതായത് ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷേ മാർക്കറ്റിങ്ങിനകത്തോ ക്രിയേറ്റ്സ് ടൈം, പ്ലേസ് ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റി. അതായത് ആ ഒരു പ്രോഡക്റ്റ് ഏത് സമയത്താണോ നമുക്ക് വേണ്ടത് അപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഏത് പ്ലേസ് ആണോ നമുക്ക് വേണ്ടത് അപ്പോഴും അവൈലബിൾ ആയിരിക്കും. നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് റബ്ബ് ചെയ്യാണ്. സ്പേസ് ഇല്ലാത്തതാണ്. Selling is narrow in scope. Marketing wider in scope. So സെല്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് നാരോ ആണ്. പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് വളരെ വൈഡർ ആണ്. ഓക്കെ, മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ മാർക്കറ്റിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വൈഡർ ഇൻ സ്കോപ്പാണ്. അപ്പോൾ ഇത് ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ റെസ്പോൺസ് എന്തായാലും എന്നെ കമൻസിലൂടെ അറിയിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.